പുലരി തന്നൈർമല്യമുള്ളിൽ പേറി ഒരു പിഞ്ചു പൈതലിൻ പുഞ്ചിരി പോൽ എന്നന്തരംഗത്തിൽ പരിമളം വീശുന്നു പരിശുദ്ധ അമ്മതൻ സ്നേഹസ്പർശം. തിരുവല്ലയ്ക്കടുത്ത് കുറ്റൂർ സ്വദേശിനിയായ നെടുന്തരത്താഴ്ചയിൽ മറിയാമ്മ ടീച്ചർ തന്റെ ജീവിതം അഭയം കണ്ടെത്തിയ പരിശുദ്ധ അമ്മയുടെ മാതൃസ്നേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ്. ബാല്യം മുതൽ അറിഞ്ഞനുഭവിച്ച ദൈവമാതൃസ്നേഹം, ജീവിതത്തിലുടനീളം വളർന്ന് ഫലം ചൂടിയ അനുഭവങ്ങൾ അധ്യാപികയായ മറിയാമ്മ ടീച്ചർ പങ്കുവയ്ക്കുന്നു. പുലരിയുടെ നൈർമല്യമായി ഒരു പിഞ്ചു പൈതലിൻ്റെ പുഞ്ചിരിയായി എൻ്റെ അന്തരംഗത്തിൽ എന്നും പരിശുദ്ധ അമ്മ പരിമളം വീശി വിലസുന്നു. ചെറുപ്പകാലം മുതൽ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും മടിയിലിരുന്ന് പ്രാർത്ഥന ചൊല്ലിപ്പഠിച്ച കാലം മുതൽ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്നുമുണ്ട്. പ്രാർത്ഥനാ മുറിയിലെ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു തന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും ഞാൻ ഇന്ന് ഓർക്കുന്നു. പിന്നീട് എൻ്റെ അച്ചാച്ചനും അമ്മച്ചിയും അവർ ഇത് തന്നെ പറഞ്ഞു തന്നു. ചെറുപ്പനാളിൽ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉള്ള ദേവാലയത്തിൽ എപ്പോഴും കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുക പതിവായിരുന്നു. ഞാൻ പഠിച്ച സ്കൂള് പള്ളിയുടെ സ്കൂളിലാണ്. അപ്പം പള്ളിയോട് ചേർന്ന് തന്നെയുള്ള LP സ്കൂളിലാണ് പഠിച്ചത്. ആ സമയത്ത് ഞങ്ങൾ കളിക്കുന്നതെല്ലാം പള്ളിമുറ്റത്താണ്. കൊച്ചു കുട്ടികൾ ആയിട്ട് പള്ളിമുറ്റത്തൂടെ ഓടി നടക്കുമ്പോൾ കയ്യിലിരിക്കുന്ന ഒരു കളിപ്പാട്ടം അല്ലെ ഒരു കല്ല് പെൻസിൽ കാണാതെ പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ മാതാവേ എൻ്റെ കല്ല് പെൻസിലെടുത്തതാ എന്ന് പറയുന്ന ഒരു കൊച്ചു കുട്ടിയായിട്ട് ഇരുന്ന ഞാൻ ഇന്നും ജീവിതത്തിൽ അതേ അഭയസ്ഥാനമാണ് എനിക്കുള്ളത്. ചെറുപ്പകാലം മുതൽ പഠനത്തിൽ വിഷമിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക പതിവായിരുന്നു. അത് ജോലിക്ക് വേണ്ടി പഠിക്കുന്ന സമയത്ത് PSC ടെസ്റ്റ് എഴുതുന്ന സമയത്തൊക്കെ എല്ലാം പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ പ്രയാസങ്ങളിൽ പരിശുദ്ധ അമ്മ എനിക്ക് കൂട്ട്. അങ്ങനെ എപ്പോഴും യേശുവിൻ്റെ അടുത്തേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധ അമ്മയാണ്. പരീക്ഷകൾ എഴുതുമ്പോൾ അവിടെ സന്തോഷത്തോടുകൂടി പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വെച്ച് എഴുതാൻ എന്നെ പരിശുദ്ധ അമ്മ സഹായിച്ചു. പിന്നീട് ജീവിതത്തിൽ പഠനം കഴിഞ്ഞു ജോലിയായി. അപ്പോഴും കുട്ടികളോട് ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ കുട്ടികളോട് ഇടപെടുമ്പോഴും പരിശുദ്ധ അമ്മയെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നന്മകൾ കണ്ടെത്തിയിട്ട് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ എന്നെ പരിശുദ്ധാത്മാവ് എപ്പോഴും ആഹ്വാനം ചെയ്യുകയായിരുന്നു. ക്ഷമയും സഹനശക്തിയും ഒരു ജീവിതത്തിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ സംഗതികളാണ്. അത് പഠിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിക്കുക. ഒരു ചെറുബാലികയായിരുന്ന കന്യക മറിയാമിനെ ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചപ്പോൾ കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന് എന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ചത്. കൃപ നിറഞ്ഞവളെ, ആ കൃപ എന്നാൽ അർഹിക്കാത്ത ദാനമെന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സിലാക്കി. നാം അർഹിക്കാത്ത പലതും ദൈവം നമുക്ക് തരുന്നത് അവിടുത്തെ ദാനമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളുടെ മുന്നിലും പഠനകാര്യത്തിലും ജീവിതത്തിലെ അല്ലാത്ത കാര്യങ്ങളിലുമൊക്കെ നമുക്ക് ആശ്രയിക്കുവാൻ പരിശുദ്ധ അമ്മയുണ്ട്. ആ ഗബ്രിയേൽ മാലാഖയുടെ സ്വരം കേട്ടപ്പോൾ അത് സ്വർഗീയ പിതാവിൻ്റെ വാക്കാണെന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു. എങ്കിലേ ഒരു ക്രിസ്ത്യാനിയായ നീയും നിൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനുള്ളതാണ് എന്നാണ് പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നു.
തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹപ്രകടനമായ ജപമാല ഭക്തിയിലും പ്രാർത്ഥനയിലും കടന്നുവരുവാനും അതുവഴി പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും സാധ്യമായി തീർന്ന അനുഭവം ടീച്ചർ ഓർത്തെടുക്കുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി ജ്ഞാനായ സഭയുടെ അംഗമായി ജനിച്ച എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ദൈവമാതാവ് എൻ്റെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ, അവരെ നടത്തിയ വഴികൾ എന്നെ പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. എപ്പോഴും മാതാപിതാക്കൾ മാതാവിനോട് ഉള്ള അപേക്ഷ ചൊല്ലു. എല്ലാം നിത്യപ്രാർത്ഥന ക്രമത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടേ ഉള്ളായിരുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും. അതുപോലെ എവിടെ പോകുമ്പോഴും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുവാൻ പറയുന്ന പതിവുണ്ട്. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചെറുപ്പം മുതൽ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ജപമാല ചൊല്ലുക എന്നുള്ള രീതി എനിക്കറിയില്ലായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സ്കൂളിലെ എച്ചമ്മായിരുന്ന അന്നമ്മ ഉമ്മൻ ടീച്ചർ, ശാസ്താംകോട്ടയുള്ള ടീച്ചറാണ് ആദ്യമായിട്ട് എനിക്കൊരു ജപമാല കൊണ്ട് തരുന്നത്. റോമിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നു. അന്ന് മുതൽ എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ല. എന്നാൽ ഓരോ മുത്തിലും പിടിച്ചിട്ട് അതിൽ പിടിച്ചുകൊണ്ട് ഞാൻ നന്മ നിറഞ്ഞ മറിയം ചൊല്ലും. ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയം ചൊല്ലുകയായിരുന്നു എൻ്റെ ജപമാല. എന്നാൽ തുവാനീസ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട എബ്രഹാം കൊച്ചുപറമ്പിലച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങിയത്. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അവിടെ ചൊല്ലുന്നത് കേട്ടപ്പോൾ ഇത് നല്ല അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ ജനനം മുതൽ ദൈവിക വാഗ്ദാനം ലഭിക്കുന്നത് മുതൽ രണ്ടാം വരവ് വരെയും ഓർമ്മിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. എന്നാൽ ഈ ജപമാലകൾ പിന്നീട് എനിക്ക് ഓരോരുത്തരായിട്ട് ഗിഫ്റ്റായിട്ട് പല ദേശങ്ങളിൽ നിന്ന് കൊണ്ടുതരാൻ തുടങ്ങി. ഇന്ന് എൻ്റെ കയ്യിൽ ജപമാലകൾ ഏറെയാണ്. അതെല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നു. തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായി മാറിയ പ്രിയ മകൻ്റെ ഇഹലോക വേർപാട് ഈ കുടുംബത്തെ ഒത്തിരി വേദനിപ്പിച്ചെങ്കിലും അവിടെയെല്ലാം തളർന്നു പോകാതെ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചത് പരിശുദ്ധ അമ്മയാണെന്ന് ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു. 2017 ഡിസംബർ 1 മുതൽ 5 വരെ ഉള്ള ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവ് തന്ന ബോധ്യമനുസരിച്ച് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 59 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്നെൻ്റെ ജഡചിന്തകളെല്ലാം ഉപേക്ഷിക്കുവാനാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ച് എല്ലാം ദൈവഹിതത്തിനായി ഞാൻ സമർപ്പിച്ചു. പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ല എങ്കിലും സ്വർഗത്തിനത് അറിയാമായിരുന്നു. ആ പ്രയാസമേറിയ ആ സാഹചര്യത്തെ നേരിടുവാൻ, ദൈവഹിതത്തെ തിരിച്ചറിഞ്ഞ് നേരിടുവാൻ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണ് എന്നെ ബലപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മ ബലം തന്നു. അങ്ങനെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് മോനെ ഈ യാത്ര അയക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞത്. ഇന്നും ജീവിതത്തിൽ ഓരോ ദിവസത്തിലും പരിശുദ്ധ അമ്മ എന്നെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ നന്മ നിറഞ്ഞ മറിയം എത്ര പ്രാവശ്യം ചൊല്ലുന്നു എന്ന് ഞാൻ എണ്ണാറില്ല. എന്നാൽ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഉള്ളിലേക്ക് ഒരു ശക്തി കടന്നു വരും. ആ പരിശുദ്ധ അമ്മ എൻ്റെ കൂട്ടായിരുന്ന് എന്നെ വഴിയും സത്യവും ജീവനുമായ യേശുവിങ്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട നിരവധി അനുഭവങ്ങളിൽ
പ്രത്യേകമായ ഒന്ന് ഓർത്തെടുക്കുകയാണ് ടീച്ചർ. തൻ്റെ മകൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഉത്തരം ലഭിച്ച അനുഭവം ടീച്ചർ പങ്കുവയ്ക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏറെ അത്ഭുതത്തോടെ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. അത് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു പ്രവൃത്തി. അങ്ങനെ വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. എൻ്റെ രണ്ടാമത്തെ മകൻ ജോ ചെറുപ്പത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അവനൊരു അനിയൻകുട്ടനെ വേണമെന്ന്. എന്നാൽ 10-11 വയസ്സായപ്പോൾ മുതലേ അവൻ വലിയ വഴക്കായി. ഒരു അനിയൻകുട്ടനെ വേണം, അവന് സ്കൂളിൽ കൊണ്ടുപോകാൻ, അവന് കളിക്കുവാൻ, അവന് ഓമനിക്കാൻ അവനൊരു അനിയൻകുട്ടനെ കൊടുക്കണം. എന്നാൽ ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. അന്ന് മോൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ ചോദിച്ചതെല്ലാം പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് തന്നിട്ടുണ്ട്, അമ്മ തന്നില്ല എങ്കിൽ എനിക്ക് മാതാവ് അനിയൻകുട്ടനെ തരും. ജോ എന്നും ആ സമയത്ത് മദ്ബഹായിൽ ശുശ്രൂഷയിൽ കയറിയ സമയമാണ്. മോന് എന്നും മദ്ബഹായി പോയി പ്രാർത്ഥിക്കും. സന്ധ്യയ്ക്ക് പള്ളിയിൽ പോകുമ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലും അവന് മദ്ബഹായി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ മോൻ്റെ ആഗ്രഹപ്രകാരം വിനുക്കുട്ടൻ്റെ 15ാമത്തെ വയസ്സിൽ ഞങ്ങൾക്ക് ഒരു കൊച്ചുമകൻ ജനിച്ചു. അതാണ് കുഞ്ഞു മോൻ ക്രിസ്. അത് പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ ജോ പ്രാർത്ഥിച്ച് കിട്ടിയ മകനാണ്. അന്ന് ഞങ്ങൾക്കതിനെ അത്ര മനസ്സിലായില്ല. എന്നാൽ ഇന്ന് വിനുക്കുട്ടൻ്റെ അസാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എൻ്റെ കണ്ണുകൊണ്ട് എനിക്ക് എൻ്റെ വിനുക്കുട്ടനെ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവൻ ദൈവസന്നിധിയിൽ തമ്പുരാനോടൊപ്പം ആയിരിക്കുമ്പോൾ എനിക്ക് ക്രിസ് ഒരു അത്ഭുതമായിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ സമ്മാനമായിട്ട് ഞാൻ ക്രിസിനെ കാണുന്നു. ഇത് മക്കളില്ലാത്തവരായിട്ടുള്ള ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറയുമ്പോൾ ഞാൻ അവരോടൊക്കെ ഇത് പറയാറുണ്ട്. നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെ തരും. ഇത് ഞാനല്ല പ്രാർത്ഥിച്ചത്, എൻ്റെ മകൻ വിശ്വാസത്തിൽ പരിശുദ്ധ അമ്മയുടെ തരുമെന്ന വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതമാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയായിട്ട് കാണുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഞാൻ ഇടയാകുന്നു. ആത്മീയ ജീവിതത്തിൽ വഴികാട്ടിയും വളർത്തമ്മയുമാണ് ടീച്ചർക്ക് പരിശുദ്ധയമ്മ. ഒരു കൊച്ചു കുഞ്ഞിനെ അമ്മ സ്നേഹത്തിൽ വളർത്തുന്നതുപോലെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധയമ്മ കൈപിടിച്ച് നടത്തിയ അനുഭവങ്ങൾ ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ അമ്മയുടെ പരിപാലന എത്രമാത്രം വലുതാണോ, അതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് വഴികാട്ടിയാണ്. ചെറുപ്പം മുതൽ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനും പാട്ടുകൾ പാടുവാനും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനും പരിശുദ്ധ അമ്മ എന്നെ പ്രേരിപ്പിക്കുന്നു. ഒരു നൊമ്പരം വരുമ്പോൾ പള്ളിയിലേക്ക് ഓടിച്ചെന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതായ ഒരു ആത്മീയ നിർവൃതി. നമ്മുടെ നൊമ്പരങ്ങളെല്ലാം ഏറ്റുവാങ്ങാൻ എനിക്കൊരമ്മയുണ്ട്. അവിടെ ആ അമ്മ തൻ്റെ കൈ പിടിച്ച് എന്നെ തൻ്റെ മകനിലേക്ക്, യേശുവിലേക്ക് നയിക്കുന്ന ഒരു ജീവിതാനുഭവം വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എന്നെ എൻ്റെ മാതാപിതാക്കൾ ശീലിപ്പിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെയും ഞാൻ അത് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവരും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ അവരെ പരിശുദ്ധ അമ്മ സഹായിക്കുന്നു. ഗലാത്യർ 5:22 പറയുന്ന ആ ഫലങ്ങളൊക്കെ നേടണമെങ്കിൽ അതിലേറ്റവും പ്രയാസമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ക്ഷമയും സഹനവും എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുക എന്നതായിരുന്നു. സമാധാനം എന്നത് ആ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ
നാം ക്ഷമയിലൂടെയും സഹനത്തിലൂടെയും കടന്നു പോകണം. എൻ്റെ ജീവിതത്തിൽ എന്നോടൊരാൾക്ക് വിദ്വേഷമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ പരിശുദ്ധ അമ്മ എനിക്ക് പറഞ്ഞു തരുന്ന ഒരു വാക്കാണ്, നീ ജപമാല ചൊല്ലി ആ ആളിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിന്നോട് ആർക്കെങ്കിലും വിദ്വേഷമുണ്ട് എങ്കിൽ ആ ആളിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ആൾ അനുഗ്രഹിക്കപ്പെടും. നിത്യജീവൻ്റെ അവകാശിയായി തീരുവാൻ യേശു തൻ്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നിന്നെ എന്ന് ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയാണ്. എൻ്റെ മകൻ്റെ ജീവൻ്റെ വിലയാണ് നീ എങ്കിൽ എൻ്റെ മകൻ അനുഭവിച്ച വേദനകളുടെ കണക്ക് നീ അറിയണം. ആ മുറിവുകളുടെ വേദന, അതിൻ്റെ ആഴം, അതിൻ്റെ സഹനത്തിൻ്റെ ശക്തി, അത് കണ്ടു നിന്ന എൻ്റെ ഹൃദയവേദന, അത് നീ അനുഭവിച്ചറിഞ്ഞെങ്കിൽ, നീ അതറിഞ്ഞെങ്കിൽ, ആഴത്തിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നിൻ്റെ ജീവൻ്റെ വില നിനക്ക് മനസ്സിലാകുകയുള്ളൂ. പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ച പാഠം ഇതാണ്. പരിശുദ്ധ അമ്മ കാണിച്ചു തന്ന വഴി തൻ്റെ ജീവിതത്തിലെ ഒരു ചെറുബാലികയായിരുന്നപ്പോൾ മുതൽ ഏറ്റ ആത്മനിന്ദനങ്ങൾ, അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ ഇടയിൽ നിലനിരുന്ന ആ സാമൂഹ്യ വ്യവസ്ഥിതി, ആ സമയത്തും പിതാവാൻ ദൈവത്തിൻ്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് സഹായിച്ചു. എന്ന പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഇന്ന് ഓരോ പ്രതിസന്ധിയുടെ മുന്നിലും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തരുന്നു. സങ്കടക്കടലിൽ മുങ്ങിപ്പോവാതെ എന്നെ കാത്തു സൂക്ഷിക്കാൻ യേശുവാകുന്ന പെട്ടകത്തിൽ അഭയപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നു. ധാരാളം പാട്ടുകൾ പരിശുദ്ധാത്മാവ് എനിക്ക് എഴുതുവാനുള്ള കൃപ തരുന്നു. ആ പാട്ടുകളൊക്കെ ഏത് ഈണത്തിലാണോ രാഗത്തിലാണോ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ 5 മിനിറ്റ് കൊണ്ട് പാട്ടുകൾ എഴുതാനും, എഴുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഴുവൻ പാട്ടും ഒന്നിച്ച് പാടി റെക്കോർഡ് ചെയ്യുകയാണ് പതിവ്. അങ്ങനെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്ന ഒരു പാട്ടുണ്ട്, അത് ഞാൻ പാടാം. നിർമ്മല കന്യേ മാതാവേ, പരിശുദ്ധിയുടെ നിറകുടമേ, പാപികളാമടിയാർക്കായി പ്രാർത്ഥിക്ക. പ്രിയപുത്രൻ മശിഹാതൻ സന്നിധി പൂകിടാനായി ഞങ്ങൾക്കായർത്ഥിക്കണമേ പ്രിയസുതനോടായി. വ്യസനത്തിൻ തിരമാലകളെ കൃപയാൽ നിഷ്പ്രഭമാക്കിയൊരാ ദൈവജനനീ മാതാവേ പ്രാർത്ഥിക്ക. അമ്മേ